ലക്ഷദ്വീപുള്ള സ്ഥിരം കാഴ്ചയാണ് ഷിപ്പിൽ നിന്നും ബോട്ട് വരുന്നത്. എന്നാൽ ഈ ബോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ കുറേ 35 വർഷം മുന്നേ ഇവിടെ പഠിച്ച് വളർന്ന് പോയവര് തിരിച്ച് വന്ന ഒരു കാഴ്ചയാണ്. അതായത് ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയാണ് പണ്ട് ഇവിടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചവര് തിരിച്ച് ഒന്ന് ഗെറ്റ് ടുഗദറിന് വേണ്ടി വരികയാണ്. അവര് ഇവിടുത്തെ നാടൻ ആൾക്കാര് ഓൾറെഡി ഉള്ളവരെയൊക്കെ കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു സന്തോഷ പ്രകടനവും കാര്യങ്ങളൊക്കെ കണ്ടു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവര് പഠിച്ച സ്ഥലം നല്ല വ്യത്യാസത്തോടുകൂടി ഇങ്ങനെ കാണാൻ കിട്ടുന്നതിന് ഭയങ്കര രസമാണ്. മാത്രമല്ല അവരുടെ കൂടെ പഠിച്ചവരുടെ സന്തോഷവും, അവരുടെ കാഴ്ചകളും, അവരെ കാണാനും, അവരുടെ മാറ്റങ്ങളൊക്കെ കണ്ടിങ്ങനെ വളരെയേറെ എക്സൈറ്റഡ് ആണ്. വന്നപാടെ തന്നെ എല്ലാവർക്കും നമ്മളുടെ ഒരു ട്രഡീഷണൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ള ഇളനീര് കൊടുത്തു. ഇളനീരൊക്കെ ആണെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ. പിന്നെ നേരെ ഓരോരുത്തരായിട്ട് നമ്മൾ ലക്ഷദ്വീപിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കാണാൻ പോയി. അവർ പണ്ട് എന്താ പറയുക ഓടിക്കളിച്ച സ്ഥലങ്ങളും അവർ പണ്ട് ഓടി നടന്ന സ്ഥലങ്ങളും ഇവിടുത്തെ ട്രെയിന്, ലോക്കൽ പഴയ ട്രെയിന്, പിന്നെ സ്കൂളിലെ ഓഡിറ്റോറിയം, അതിൻ്റെ ഓർമ്മകൾ. സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇവർക്ക്. ഇപ്പോൾ ഈ ഓഡിറ്റോറിയം എന്താ പൊളിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇവർ പരിപാടിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നൊസ്റ്റാൾജിയ കുറച്ചും കൂടി തീവ്രമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് ഇതിൻ്റെ മുകളിൽ ഡാൻസ് കളിച്ചും പാട്ട് പാടിയതൊക്കെ ഇവരിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ലക്ഷദ്വീപിൻ്റെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് കവരത്തി ദ്വീപിലെ പല ഭാഗങ്ങളും, ഇവർ താമസിച്ച സ്ഥലങ്ങൾ, ഇവർ ഓടി നടന്ന സ്ഥലങ്ങൾ, ഇവർ സ്കൂള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബങ്ക് ചെയ്യുമ്പോൾ പോവാറുള്ള സ്ഥലങ്ങൾ, അങ്ങനെ കുസൃതികളും എന്താ പറയുക ബാലപാഠങ്ങളും ഒക്കെ പഠിച്ച സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുകയും ആ കാണുന്നതൊക്കെ ഇങ്ങനെ എന്താ പറയുക വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് വർഷങ്ങളും മുമ്പുള്ള മെമ്മറീസിനെ വീണ്ടും ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു രസം ഭയങ്കരമായിരുന്നു. അങ്ങനെ ഒടുവിൽ ട്രെയിന് കയറിയത്, പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ട്രെയിൻ, കൊച്ചു ട്രെയിൻ, അത് കയറിയതും അതിൻ്റെ ആസ്വാദനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അവർ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കയറിയ കാര്യങ്ങളൊക്കെ. സത്യത്തിൽ രസമായിരുന്നു. അതിനുശേഷം ഇവർ ഗെറ്റ് ടുഗദറിൻ്റെ പ്രധാന പരിപാടിയായിട്ടുള്ള ഒരു ഒന്നിച്ചു കൂടുന്നൊരു പ്രോഗ്രാം നടന്നു. എല്ലാവരും മെയിൻലാൻഡ് റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു പ്രശ്നമുള്ള രീതിയിലേക്ക് വരുന്നത് റഫീഖും നിസാമും ബുഷ്രയൊക്കെ ഈ തൊട്ട് അത് നമുക്ക് ഒരിക്കലും എന്റെ പൊരുത്തക്കേടുകൾക്ക് കൂട്ടായി നിന്നവൾ അവൾ സീമ നോക്കടി ശരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അവരുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. സഹപാഠികൾ സന്തോഷമുണ്ട് മക്കളെ. ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങളന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ എല്ലാവരും നമ്മളിതൊക്കെ ഫ്രീ ആയാലോ? കുറച്ച് പലർക്കും അറിയാതെ ഇത് നിങ്ങൾ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജിയ വരും. ഞങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് 80കളിലെ കുട്ടിത്തത്തിൽ നിന്നും മധ്യാഹ്നത്തിലെത്തി നിൽക്കുന്ന സഹപാഠികളുടെ ഓർമ്മകളുടെ ഒരു പിടി അടയാളങ്ങൾ അക്ഷരങ്ങളായും ചിത്രങ്ങളായും അകത്താളുകളിൽ പ്രത്യക്ഷമാകും. ഞങ്ങൾ ഒഴിച്ചിട്ട് പോയ ഓർമ്മയുടെ പൊന്തോലുകൾ പെറുക്കിയെടുക്കാൻ കൃതാതുരത പകരുന്ന ഒരു നോവ് നെഞ്ചിലേറ്റിക്കൊണ്ട് ഓർമ്മയുടെ പവിഴമണികൾ നിറച്ച ഓർമ്മച്ചെപ്പ് ഞങ്ങൾ ഇവിടെ തുറക്കുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം.
ഞാനൊരു ദിവസം മലയാളം ക്ലാസ് യാത്ര പറഞ്ഞ് തിരിഞ്ഞതുണ്ട്. ഒരു അതിനുശേഷം പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ചില പ്രത്യേകിച്ച് നമ്മുടെ ദ്വീപിലുള്ള സുഹൃത്തുക്കളെ നിസാം, റഫീഖ്, ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ് തുടങ്ങി +2 വരെ PDC ക്ലാസ് അവിടെ നടക്കുമെങ്കിലും അധികം ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഒക്കെ ആയിരുന്നു. ഒളിച്ചിരിക്കുന്ന സ്ഥലം. ഒരു കാരം പിടിച്ചോ. ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ പണ്ട് പ്രീ-ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ സെൻഡ് ഓഫിന് വേണ്ടി കളിച്ചൊരു പാട്ടായിരുന്നു, ഡാൻസ് ആയിരുന്നു അത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പ്രിൻസിപ്പൽ KM സൈദ് സാറ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങൾ ഫാദേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. ഇവന്മാരൊക്കെ ഞാനിവിടുന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് അത് സംഭവം പറയാനതിനെ പറ്റി. അതെ, അത് ഭയങ്കര ഒരു ഞങ്ങളുടെ സെൻഡ് ഓഫിൻ്റെ സമയത്തായിരുന്നു. ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ എല്ലാവരുടെയും ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡാൻസ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടിൻ്റെ ഡാൻസിൻ്റെ അന്നത്തെ ഹിറ്റ് പാട്ടായിരുന്നു അത്. ഞങ്ങൾ കളിച്ചതൊക്കെ ഇപ്പോഴും മനസ്സിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓഡിറ്റോറിയം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഭയങ്കര സങ്കടം. പക്ഷെ കാലങ്ങൾ എന്തായാലും എല്ലാം മാറ്റും. അതെ, അപ്പോൾ നമ്മളെ സമയത്ത് നമുക്ക് പുതുതലമുറ പറയാൻ എന്താ വെച്ചാൽ ലൈഫ് എൻജോയ് ചെയ്യാം. എന്തല്ലേ ആരും പേടിക്കാതെ ജീവിക്കാം. എൻജോയ് പിന്നീട് നമുക്ക് കഴിഞ്ഞ കാലത്തിലേക്ക് പോകാൻ പറ്റില്ല. ദുഃഖിക്കാനായിട്ട് വരത്തരുത്. അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോൺ കാരണം ഈ ഒരു ചെറുപ്പത്തിലുള്ള ആ പ്രായം നമുക്ക് ഉണ്ടാവുള്ളൂ. എപ്പോഴും ലൈഫ് ലോങ് നമുക്ക് മെമ്മറി ആയിട്ടും. പിന്നെ വേറൊരു അഡ്വൈസ് എന്താ വെച്ചാൽ ഈ പുതിയ തലമുറ എല്ലാം ഫോണിലായതുകൊണ്ട് ഞങ്ങളുടെ അത്ര ഉള്ളൊരു ഇന്റിമസി, പണ്ട് ഫ്രണ്ട്ഷിപ്പിന് ആ ഇന്റിമസി ഇല്ല. അപ്പൊ ആ ഒരു ഇന്റിമസി ശരിക്കും വെക്കണം. ഫോണൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറച്ച് സമയം ബോണ്ടിങ് ഉണ്ടാക്കണം. ബന്ധങ്ങൾ ഞങ്ങൾ 32 വർഷത്തിന് ശേഷം ഇവിടെ വരുമ്പോഴും ഞങ്ങളെ ആ എനർജിയാണ് നമ്മുടെ പ്രായത്തിനെ മറികടന്നിട്ട് ആ എനർജിയാണ് നമ്മൾ ഇതിന് നിലനിർത്തുന്നത്. പക്ഷെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പം. ഞങ്ങളൊക്കെ രോമാഞ്ചഭരിതരായിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഞങ്ങൾ ഇപ്പോൾ കോളേജിലായിരുന്ന ക്ലാസ് റൂമിൽ പോയിരുന്നു. അവിടെ സാറുമാരെ കുറിച്ച് ആലോചിച്ചു. പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പാൾ സാറിൻ്റെ അടുത്ത് പോയിട്ട് പ്രിൻസിപ്പാളിന്റെ റൂം ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇപ്പൊ ഇല്ല, അവിടെ പോയിട്ട് നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. ആരായിരുന്നു? അപ്പൊ അന്ന് മാപ്പ് പറയാൻ ഞങ്ങളുടെ മനസ്സനുവദിച്ചില്ലായിരുന്നില്ല. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഇന്നും അന്നും വിശ്വസിക്കുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ മാപ്പ് പറഞ്ഞു. എല്ലാം എന്തായാലും പറഞ്ഞു. സാറിപ്പോ ജീവിച്ചിരിക്കുന്നില്ല. സാറിന്റെ ആത്മാവ് ഞങ്ങൾക്ക് മാപ്പ് തരട്ടെ. അല്ല, ഇപ്പൊ ഒന്നും കൂടി പറഞ്ഞു. സബീനയാണ് എന്താ പറഞ്ഞ ഇതിങ്ങനെ ഒരു ഭയങ്കര ഒരു നഷ്ടബോധം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഓർമ്മകളൊക്കെ അങ്ങ് എന്താ പറയാ, ഇനി ഈ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇനി കാണാനൊന്നുമില്ല. നമ്മുടെ ആ ഒരു പാസ്റ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഗോൺ. ആ ഒരു ചെറിയ ഈ ruin-എങ്കിലും കാണാൻ പറ്റിയത് തന്നെ സന്തോഷം. എൻ്റെ അച്ഛൻ വളരെയധികം കാലം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് KRCS ആയിട്ട്. അതൊരു സന്തോഷം. വീണ്ടും വന്ന് കാണുന്നതിൽ അച്ഛൻ്റെ ഫ്രണ്ട്സ്, പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പറ്റിയ വലിയ സന്തോഷം. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കുറച്ച് വിഷമമുണ്ട്. അച്ഛനിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ഡോക്ടർ എങ്ങോട്ട് ട്രെയിൻ കയറാൻ പോകണോ? പണ്ട് ട്രെയിൻ കയറിയ സ്ഥലമല്ലേ? 25 വയസ്സിന്റെ ടിക്കറ്റ് എടുക്കാൻ പോവാ. 25 വയസ്സായിരുന്നു? 5 രൂപയായിരുന്നോ? അല്ല, 25 വയസ്സായിരുന്നു ഞങ്ങളുള്ള ടിക്കറ്റ്. അത് ആ സ്ഥലമാണത് അല്ലേ? പണ്ട് ട്രെയിൻ കയറി നടന്നൊരു സ്ഥലമാണ്. പണ്ടത്തെ മെയിൻ പ്ലാറ്റ്ഫോമും ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ്. ഇവിടെ ഒരു ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം പാർലറൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു.
ഇത് ശരിക്കും പറഞ്ഞാൽ തികച്ചും ഒരു നൊസ്റ്റുമാണ്. ഇവരിപ്പോൾ ഏകദേശം 35 വർഷത്തിന് ശേഷമാണല്ലേ അതെ തിരിച്ച് കവരത്തിലേക്ക് 92 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. കവരത്തിലേക്ക് വരുന്നത്. ശരി, കവരത്തിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് പണ്ട് ആസ്വദിച്ചിരുന്ന ഒരു പ്രധാന എൻ്റർടൈൻമെൻറ്റ് ഇവിടുത്തെ ട്രെയിനിൽ കയറുക, ഒരു ടോയ് ട്രെയിനിൽ കയറി കവരത്തിയല്ല കുറഞ്ഞ ഭാഗം ചുറ്റുക എന്നുള്ള സ്ഥലമാണ് ഇത്. ഇവിടുത്തെ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അറിയാം. അന്ന് സ്റ്റേഷനായിരുന്നു ഇത്, പ്ലാറ്റ്ഫോമായിരുന്നു ഇത്. പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം. മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിനെയും അഭിഷേക് ബച്ചനെയൊക്കെ ചെറുപ്പത്തിൽ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതെ എന്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഭിഷേക് ബച്ചനും അവരെ കുട്ടികളൊക്കെ ഇല്ലേ, അമിതാഭ് മക്കൾ അവർ ഈ സൈക്കിളിലൂടെ ഈ റോഡിലൂടെ സൈക്കിളിലൂടെ പോയി ഇങ്ങനെ കറങ്ങിപ്പോയി. അപ്പൊ കുട്ടികൾ അവരെ കറങ്ങാൻ വന്നു, ചെറിയ കുട്ടികളെ. അപ്പൊ ഞാൻ കണ്ടിട്ട് സംശയം ചോദിച്ചു. അപ്പോഴേക്ക് ശോഭേച്ചിനെ വിളിച്ച്, ശോഭേച്ചി ഇതാരാ പോന്ന് അപ്പം ശോഭേച്ചി ഇങ്ങനെ രാഹുൽ ഗാന്ധി ഇന്നിപ്പം അപ്പോഴത്തേന് വിളിച്ചു ചോദിച്ചു ആണ്. അപ്പോഴേക്ക് ഇത് സീക്രട്ടായിട്ട് അവരപ്പോഴേക്ക് അങ്ങ് എത്തി. അവർക്ക് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നു. വന്നു. നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. ഇന്ദിരാഗാന്ധിനെയൊക്കെ അടുത്തുനിന്ന് കണ്ടത്. അത് അന്ന് അത്രയല്ലേ ഉള്ളൂ.